ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഹാൻഡ് വർക്ക് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഓർഡർ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മെറ്റീരിയൽ വരുന്നത് വെൽവെറ്റ് ഓർഗൻസയാണ് വരുന്നത്. അപ്പോൾ അതാ ഞാൻ ഫ്രെയിമിൽ മാർക്ക് ചെയ്ത് ക്ലോത്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിരുന്നു, അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുമോയെന്ന്. കറക്റ്റായിട്ട് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. ഫ്രെയിമിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഫ്രെയിം ഈക്വലായിട്ട് തുണി വലിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു സൈഡിൽ നന്നായി വലിച്ച് ഒരു സൈഡിൽ കുറച്ച് വലിച്ചാലൊക്കെയാണ് അങ്ങനെ പ്രശ്നം വരുന്നത്. നമ്മൾ ഫ്രെയിമിൽ ജോയിൻ ചെയ്തിട്ട് ഈക്വലായിട്ട് റൗണ്ടിന് നമ്മൾ തുണി നന്നായി ടൈറ്റായിട്ട് വലിച്ചു വെച്ചാൽ ആ പ്രശ്നം വരില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിൽ എടുത്തേക്കുന്ന മെറ്റീരിയൽ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് എടുത്തേക്കിട്ടുണ്ട്. അതേപോലെ 5 mm പേൾ, വൈറ്റ് പേളാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് മുകളിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സെയിം ഫ്രോക്കിൻ്റെ കുറേ സെയിം പാറ്റേൺ തന്നെ നമ്മൾ ചെയ്തു കിട്ടും. അപ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഒന്ന് പാറ്റേൺ ചേഞ്ച് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ ഹാൻഡ് വർക്കും ചെറിയ ചെറിയ വെറൈറ്റീസ് കൊടുക്കുന്നത്. പക്ഷേ ഒരു ഫോട്ടോസ് ഇഷ്ടപ്പെട്ടായിരിക്കും കസ്റ്റമേഴ്സ് ഓർഡർ തരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ 5 mm പേൾ ഇട്ടിട്ട് ഒരു ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ മുകളിൽ. പിന്നെ ഷുഗർ ബീഡും ഷുഗർ ബീഡ്സും വെച്ചിട്ടാണ് നമ്മൾ സ്റ്റമ്പ് പോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ടൈം എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ആരി വർക്കിൻ്റെ ക്ലാസ് ചെയ്യാനായിട്ട് അത് എന്താണെന്നറിയോ ഞാൻ ചെയ്യാത്തത്? ഞാനിങ്ങനെ ഓൺലൈനിൽ നോക്കിയിട്ട് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ആദ്യം ജസ്റ്റ് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. പറ്റുന്നേ ഇല്ലായിരുന്നു. കാരണം നമുക്ക് ചെയിൻ സ്റ്റിച്ചൊന്നും ഇട്ട് വരാൻ പോലും പറ്റുന്നില്ലായിരുന്നു. സോ പിന്നെ ഞാൻ പുറത്ത് ഒരിടത്ത് പോയി പഠിച്ചപ്പോഴാണ് ജസ്റ്റ് ഒരു ബേസിക് കിട്ടിയത്. ഫുള്ളി ബേസിക് അവിടെ നിന്നാണ് കിട്ടിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമുക്കൊരു ഐഡിയ കിട്ടി ഇങ്ങനെയാണ് എന്നുള്ളത്. പിന്നെയാണ് ഞാൻ ഓൺലൈൻ ക്ലാസ് എടുത്തത്. അങ്ങനെയാണ് കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അല്ലാതെ എനിക്ക് യൂട്യൂബ് വീഡിയോസ് ഒന്നും നോക്കിയിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സോ അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആരി വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോസ് ഇടാത്തത് കേട്ടോ. അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ സൂചിയിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് ഒരു ഐഡിയാസ് കിട്ടും ഈ ഒരു ഞാൻ ചെയ്യുന്ന വീഡിയോസ് കാണുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ഞാൻ ഒരു സൈഡ് ചെയ്തെടുത്തു. പിന്നെ ഓപ്പോസിറ്റ് സൈഡും അതേപോലെ ചെയ്തെടുക്കണം. പേള് പിന്നെ ഒരു ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് പേളിനുള്ളിൽ കൂടെ ലോക്ക് ചെയ്തെടുക്കുവാണ് കേട്ടോ. ജസ്റ്റ് ആ നൂല് പേളിനുള്ളിൽ കൂടി ഇട്ടാലും ലോക്കായി വരും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ. അപ്പോൾ ഞാൻ ഈ സെയിം കളർ തന്നെ കുറേ ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ വീഡിയോസിൽ കാണാം കളർ ഡിഫറൻസ് ആയിട്ടും. അതേപോലെ ഈ കളറിനാണ് കേട്ടോ ഡിമാൻഡ് കൂടുതൽ. ഡബിൾ ഷെയ്ഡായിട്ട് തന്നെ വരും. തീരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ക്ലോത്താണ് കേട്ടോ. നല്ല ഒഴുകി കിടക്കുന്ന ക്ലോത്താണ്. അതേപോലെ ഡബിൾ ഷെയ്ഡ് വരുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ്. പിന്നെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ. അത്രയ്ക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു തുണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ ഒരു ജോർജറ്റ് അംബ്രല്ലയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 400-450 രൂപയാവും. പക്ഷേ ഈ ഒരു ക്ലോത്തിലേക്ക് വരുമ്പോഴത്തേനും അത് 500-550 രൂപയാവും കേട്ടോ. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ ഒരു നിശ്ചിത ഗ്യാപ്പിൽ തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഭംഗി കിട്ടുക. അപ്പോൾ നെക്സ്റ്റ് ലെയറും ഇതേപോലെ ഞാൻ ഓരോ ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഇത് ഹാൻഡ് വർക്ക് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഒന്നുകൂടെ അടുപ്പിച്ചൊക്കെ ചെയ്യാമെങ്കിൽ ഭയങ്കര ഭംഗിയാണ്. പക്ഷെ അത്രത്തോളം നമുക്ക് എന്താ പറയുക റേറ്റ് ഡിഫറൻസ് വരും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കൂടുതലും ചെയ്യാത്തത്. അയ്യോ സംതിങ് 140 രൂപയാണ് ഇത് മെറ്റീരിയൽ റേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് എങ്ങനെയായാലും ഒരു 8 വയസ്സ് 9 വയസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും 3.5 മീറ്റർ എങ്കിലും വേണ്ടി വരും കേട്ടോ. പിന്നെ അതിൻ്റെ ലൈനിങ് എങ്ങനെയായാലും 2.5 മീറ്റർ വേണ്ടി വരും. അത്രയും തന്നെ എടുത്ത് വരുമ്പോൾ സംതിങ് എന്താ പറയുക 600 രൂപ കൂടുതലാവുമല്ലോ മെറ്റീരിയൽ റേറ്റ്. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ 400-450 സ്റ്റിച്ചിങ് ചാർജ്. പിന്നെ ഈ ഹാൻഡ് വർക്ക് കൂടെ വരുമ്പോൾ എങ്ങനെ പോയാലും നമ്മളിത് സെയിൽ ചെയ്യുന്നത് 1350 രൂപ to 450 ആ ഒരു റേഞ്ചിനാണ് കേട്ടോ ഞാൻ ഈ ഐറ്റം സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്.
ആ ഐറ്റം അത്ര ഭംഗിയുള്ളത് കൊണ്ടാണ് കേട്ടോ. റേറ്റ് കസ്റ്റമേഴ്സിന് ഒരു പ്രശ്നമേ അല്ല. ഞാൻ ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത് കസ്റ്റമേഴ്സിന് റേറ്റ് ആയിരിക്കും പ്രശ്നം, കൂടുതൽ റേറ്റ് ഉണ്ടായില്ല ആരും വാങ്ങില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു കേട്ടോ എൻ്റേത്. പിന്നെ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലായി റേറ്റ് ഒന്നുമല്ല, ഭംഗിയാണ്, കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ക്വാളിറ്റിയും പിന്നെ ആ ഒരു ഐറ്റത്തിന് കിട്ടുന്ന ലുക്കുമാണ് കസ്റ്റമേഴ്സ് എന്താ പറയുക ഓർഡേഴ്സ് തരാൻ കാരണം, ഒരിക്കലും റേറ്റ് അല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുവാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ദിവസം മൊത്തം ഇരുന്നിട്ട് ചെയ്തെടുത്തൊരു വർക്കാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ സെയിം പാറ്റേണിൽ ഹാൻഡ് വർക്ക് ഡിഫറെൻറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. കുറേ വീഡിയോസ് ഇപ്പോൾ തന്നെ 3-4 വീഡിയോസ് ആയി തോന്നുന്നു ഈ സെയിം മോഡലിൽ നമ്മൾ ഹാൻഡ് വർക്ക് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ വട്ടം ഇട്ടതും നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, വീറ്റ് ബീഡ് വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മളത് ചെയ്തിരുന്നത്. ആ ഒരു പാറ്റേൺ വീറ്റ് ബീഡ് മാറ്റിയിട്ട് റൗണ്ട് ബീഡ് ആക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്കും എപ്പോഴും സെയിം പാറ്റേൺ തന്നെ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും എന്നെ സംബന്ധിച്ച് എനിക്കതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ട്രൈ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ അത് തന്നെ വേണം എന്ന് പറഞ്ഞു വരുന്ന കസ്റ്റമേഴ്സിന് നമുക്കത് തന്നെ ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വേറൊരു ഐറ്റം ട്രൈ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചാൽ അവർ ഓക്കെ പറയും കേട്ടോ. അങ്ങനെയാണ് ഞാനിത് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്തത്. അപ്പോൾ ഈ ഇത്രയും ഡാർക്കായിട്ടുള്ള ഷെയ്ഡിനകത്തിൽ ആൻറ്റിക്ക് കട്ട് ബീഡും വൈറ്റ് പേളൂടെ വരുമ്പോഴത്തേനും ഒന്നുകൂടെ ഭയങ്കര ലുക്ക് വരും കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്തൊന്ന് പുറത്തിട്ടുകൊണ്ട് പോയാൽ എന്തായാലും കുറേ ആൾക്കാർ ചോദിക്കും. അങ്ങനെയാണ് കേട്ടോ എനിക്ക് കൂടുതലും വർക്ക് വരുന്നത്. അപ്പോൾ ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവർ ചോദിക്കും. അങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ കുറേ എൻ്റെ കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് നമ്മളൊരു ഇപ്പോൾ ഒരു ഹാൻഡ് വർക്ക് ചെയ്യുന്നതിന് 400 രൂപയാണ്, അതിൽ നിന്ന് 200 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിലും പക്ഷേ അതിൽ നിന്ന് ആ ആൾ ഇട്ട് കാണുന്നതിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു 2-3 ഓർഡേഴ്സ് കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഫീൽ ഹാപ്പി. അങ്ങനെ ചെയ്തു കൊടുത്തതിൽ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. എന്തായാലും നമുക്ക് ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കസ്റ്റമർ എനിക്ക് ഇതും അങ്ങനെ തന്നെ കിട്ടിയൊരു ഓർഡറാണ് കേട്ടോ. ആദ്യം ഞാൻ ബർത്ത്ഡേക്ക് ഇട്ടു, എൻ്റെ മോളുടെ സ്കൂളിൽ നിന്ന് തന്നെ ഒരു ഓർഡർ കിട്ടിയിട്ടോ, ഒരു സെയിം ക്ലാസ്സിലുള്ള മോളുടെ. അപ്പോൾ ആ മോള് കല്യാണത്തിന് ഇട്ട് കണ്ട് വന്ന കസ്റ്റമറാണ് കേട്ടോ ഇത്. ഈ കസ്റ്റമറിനെ കണ്ട് വീണ്ടും ഒരു കസ്റ്റമർ ഓർഡർ തന്നിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്കും നമ്മൾ എഫേർട്ട് എടുത്താൽ നമുക്ക് എന്തായാലും വിജയം ഉറപ്പാണ്. അത് എന്താ പറയുക, ഹാൻഡ് വർക്ക് മാത്രം കൊണ്ട് ജീവിക്കുന്നവരുണ്ട് കേട്ടോ. ഹാൻഡ് വർക്ക് മാത്രം, സ്റ്റിച്ചിങ് അറിയില്ല, പക്ഷേ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് മറ്റൊരാൾ നെക്ക് മാർക്ക് ചെയ്യാനും ഇപ്പോൾ ഈ മാർക്കിങ്ങിന് മറ്റൊരാളുടെ സഹായം അത് എന്താ പറയുക കുറച്ച് പാടാണ്. മറ്റൊരാൾ മാർക്ക് ചെയ്ത് തന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ നമുക്ക് എന്താ പറയുക, നമുക്ക് തന്നെ മാർക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ബെറ്റർ ആയിരിക്കും. എന്നാ ചോദിക്കും, മാർക്കിംഗ് ഒന്നുമില്ലാതെ സ്റ്റിച്ചിങ്ങിൻ്റെ ABCD അറിയാത്തവരും ഇതും കൊണ്ട് ജീവിക്കുന്നവരും ഉണ്ട്. അങ്ങനെ ഒരു സൈഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുവാണ് കേട്ടോ. എന്നിട്ട് ഇതേ രീതിയിൽ ഓപ്പോസിറ്റ് സൈഡിലൂടെ ചെയ്തെടുക്കണം. അപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ വേരിയേഷൻ. രാവിലത്തെ വെട്ടം ആയിരിക്കത്തില്ല, വൈകിട്ടത്തെ വെട്ടം. സോ അതാണ് കേട്ടോ ഈ തുണിയിൽ കളർ വേരിയേഷൻ വരുന്നത്. സെയിം ക്ലോത്തിൽ തന്നെ ചെയ്യുന്ന വർക്കാണ്. പിന്നെ കൂടുതലും ആൾക്കാർ ചോദിക്കുന്നൊരു ഡൗട്ടാണ് ഈ ത്രെഡ് വെച്ചിട്ട്, നോർമൽ ത്രെഡിലും നൈലോണിൻ്റെ ത്രെഡിലും. നോർമൽ ത്രെഡിൽ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. പക്ഷെ ഞാൻ ആദ്യം പഠിച്ചപ്പോഴില്ലേ, നോർമൽ ത്രെഡിലും നമുക്ക് ക്വാളിറ്റി ഉള്ള ത്രെഡും ക്വാളിറ്റി ഇല്ലാത്ത ത്രെഡും വരും. അപ്പം ഞാൻ ആദ്യം പഠിക്കുന്ന സമയത്ത് ചെയ്തത് വെറും ക്വാളിറ്റി ഇല്ലാത്ത ത്രെഡിലാണ് കേട്ടോ. സോ ത്രെഡ് പൊട്ടി പോകുമായിരുന്നു. പിന്നെയാണ് ഞാൻ നൈലോണിൻ്റെ ത്രെഡ് യൂസ് ചെയ്തത്. അപ്പം നൈലോണിൻ്റെ ത്രെഡ് യൂസ് ചെയ്തപ്പോഴും എന്നെ പഠിപ്പിച്ചത്, ഞാൻ ഓഫ്ലൈനായിട്ട് പഠിക്കാൻ പോയിടത്തെ മിസ്സ് പറഞ്ഞത് നൈലോണിൻ്റെ ത്രെഡ് വെച്ച് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും പിന്നെ അത് വലിഞ്ഞു പോകുമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടേ ഇല്ല. നൈലോണിൻ്റെ ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഈ 3.5 വർഷം കൊണ്ടേ ചെയ്യുന്നത്.
അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴും അന്ന് ചെയ്ത ഹാൻഡ് വർക്കുകൾ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് ഉണ്ട്, ഡെയിലി യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് ഉണ്ട്. പക്ഷെ ഇതിന് അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ മുത്തിൽ വേരിയേഷൻ, മുത്തിൽ കളർ ഫെയ്ഡൊക്കെ വരും കേട്ടോ. നിങ്ങൾ എന്താ പറയുക, കുറേ വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും കളർ വേരിയേഷൻ വരും. അതേപോലെ വെയിലത്തിട്ട് ഉണക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ വേർത്താൽ പോലും ഒന്ന് ഉണക്കി വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ. അതും പറ്റാത്തവർക്ക് ജസ്റ്റ് വെള്ളത്തിലൊന്ന് മുക്കി അതേപോലെ പിഴിയാൻ കൂടെ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. പിഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുത്ത് എന്താ പറയുക, ഫെയ്ഡായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ജസ്റ്റ് വെള്ളത്തിൽ മുക്കുക, അതേ രീതിയിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും തണലുള്ളിടത്ത്, ഒരിക്കലും വെയിലത്തൊന്നും കൊണ്ടുപോയി ഇടരുത്, തണലുള്ള എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് ഉണക്കുക, അത് മടക്കി വെക്കുക. പിന്നെ ഈ നൈലോണിൻ്റെ ത്രെഡിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഹീറ്റ് കൊടുക്കാതിരിക്കുക. തേക്കുന്ന സമയത്തൊക്കെ നൈലോണിൻ്റെ ത്രെഡ് പോക്കാണ് കേട്ടോ. അതേപോലെ ബീഡ്സും തേക്കാനൊന്നും കൊള്ളില്ല കേട്ടോ, അതിൻ്റെ കളർ പോകും. ഇത്രയും ക്വാളിറ്റിയുള്ള ബീഡ്സ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ ഈ കാര്യങ്ങളിൽ. എന്താ പറയുക, ഞാൻ ഇതിന് മുന്നേ ഒരു 4 വർഷത്തിന് മുന്നേ ചെയ്തിരിക്കുന്ന ബ്ലൗസൊക്കെ അതേപോലെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. മുത്തൊന്നും പോകാതെ, കളർ പോലും പോകാതെ ഞാൻ ജസ്റ്റ് ഹാൻഡ് വർക്ക് ചെയ്ത് കഴിയും. ജസ്റ്റ് ഒന്ന് മുക്കി എവിടെയെങ്കിലും പോയി വേർപ്പൊക്കെ ആകുവാണെങ്കിൽ ജസ്റ്റ് മുക്കി എവിടെയെങ്കിലും തണലത്ത് കൊണ്ടുപോയിടും. എന്നിട്ട് അത് ജസ്റ്റ് മടക്കി ഒരു കവറിനകത്തിലാക്കിയാണ് കേട്ടോ ഞാൻ സൂക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടാവില്ലേ, ആ കവറിനകത്തിലാണ് അത് സൂക്ഷിക്കുന്നത്. എയർ കയറാത്ത രീതിയിൽ അങ്ങനെ വെച്ചാൽ നമുക്ക് വർഷങ്ങളോളം ഇരിക്കും കേട്ടോ. 4-5 വർഷങ്ങളുള്ള ഹാൻഡ് വർക്ക് ബ്ലൗസ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ തരാം, വിത്ത് തെളിവ് സഹിതം ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ സൂക്ഷിക്കുന്ന പോലെ മാത്രമേ ഇരിക്കുകയുള്ളൂ നമ്മുടെ ഹാൻഡ് വർക്ക് ഐറ്റംസ് കേട്ടോ. അപ്പോൾ കുറേ ഹാൻഡ് വർക്ക് ഇപ്പോൾ ടോപ്പൊക്കെ മൊത്തം ഹാൻഡ് വർക്കാണ്. നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്നതായാലും ഹാൻഡ് വർക്കാണ്. അത് ജസ്റ്റ് ഇതേപോലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നന്നായിട്ടിരിക്കും കേട്ടോ. അതേപോലെ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ജോർജറ്റിൻ്റെ മെറ്റീരിയലായിരിക്കും. ജോർജറ്റിൻ്റെ മെറ്റീരിയൽ വർഷങ്ങളോളം അതേപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്ര ക്യാഷ് കൊടുത്ത് ഹാൻഡ് വർക്കൊക്കെ ചെയ്യിപ്പിക്കുന്ന ആളാണെങ്കിൽ ജോർജറ്റിൽ മാത്രം ചെയ്യിപ്പിക്കുക കേട്ടോ. ഈ ക്ലോത്തൊക്കെ ഈ ഇടയാണ് ഈ ക്ലോത്ത് ഇറങ്ങിയത്, ഞാൻ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. ആദ്യം തൊട്ടേ നമ്മൾ ജോർജറ്റിൻ്റെ ക്ലോത്തിലാണ് ചെയ്യുന്നത്. ഡിമാൻഡും അതിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ക്ലോത്തൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ജോർജറ്റിൻ്റെയാണ്. പിന്നെ എപ്പോഴും ജോർജറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ജസ്റ്റ് ഒന്ന്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്, ജോർജറ്റിനേക്കാളും ഭംഗിയാണ് കേട്ടോ ഈ ക്ലോത്ത്. ഇപ്പോൾ ഈ ക്ലോത്തിൻ്റെ സാരീസൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ നമ്മൾ ജോർജറ്റാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഫങ്ഷനൊക്കെ ആകുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിക്കോളാൻ ഈ ക്ലോത്തൊക്കെ നല്ല ബെറ്ററാണ്. എന്നിട്ട് ഇതേപോലെ ഞാൻ അവിടെ ഇവിടെയായിട്ട് നല്ല ഒരു ഡിഫറൻസിൽ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആൻറ്റിക്കിൻ്റെ 5mm ബീഡ്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ബീഡ്സ് അങ്ങനെ ഒരു കുറച്ചുകൂടെ റിച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹാൻഡ് വർക്ക് ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടെ അടുപ്പിച്ച് ചെയ്തായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് സ്പ്രെഡിങ്സ് ആയിട്ട് ആൻറ്റിക്കിൻ്റെ ബീഡ് കൊടുക്കാമെന്ന്. അപ്പോൾ ആൻറ്റിക്കിൻ്റെ ബീഡ് ഞാൻ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ വൈറ്റ് തന്നെ കൊടുക്കുവാണെങ്കിൽ ഫുള്ളി എന്താ പറയുക, ഒരു വൈറ്റ് മയമായിപ്പോവും. അപ്പോൾ ആൻറ്റിക്കിൻ്റെ ബീഡ് തന്നെ കൊടുത്തു കേട്ടോ. അപ്പോൾ ബീഡ് സ്റ്റിച്ച് ചെയ്തിട്ട് അതിനുള്ളിൽ കൂടെ ഇതേപോലെ ഞാൻ ലോക്ക് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് മുകളിലേക്ക് സ്പ്രെഡിങ്സ് ആയിട്ട് കൊടുക്കുവാണെങ്കിലും ബെറ്റർ ആയിരിക്കും. എന്നാലും നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, ബഡ്ജറ്റിനുള്ളിൽ നമുക്ക് നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഹാൻഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രെയിമിൽ നിന്ന് ഇനി ഊരി കട്ടിങ്ങും സ്റ്റിച്ചിങ് കൂടെ കഴിയണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഔട്ട്ലുക്ക് കാണാവേ. നമുക്ക് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഫുൾ ഗൗണായിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. ഓൾമോസ്റ്റ് 9-10 വയസ്സിൻ്റെ അളവിനാണ് കേട്ടോ ചെയ്തെടുത്തേക്കുന്നത്.
അപ്പോൾ നമുക്ക് ആരി വർക്ക് അറിയാത്ത ആൾക്കാർക്കും ജസ്റ്റ് നമ്മുടെ സൂചി നൂല് വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഒരുപാട് ടൈം എടുക്കും. അങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേന് നമുക്കിത് ഒരു 4 മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്ന ഈ ഒരു വർക്ക് അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേനും 10-12 മണിക്കൂർ ആകും കേട്ടോ. അത്രയ്ക്ക് പാടാണ്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഒന്നുകൂടെ ബെറ്റർ ആകണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ആരി വർക്ക് പഠിച്ചത്. അപ്പോൾ ഞാനത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോഴും സൂചി നൂലും വെച്ച് തന്നെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവരെന്തായാലും ആരി വർക്ക് പഠിക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെന്താ, വീഡിയോ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.